ഞാൻ പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊക്കെ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്, സ്പോട്ടിൽ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. പ്രതികരിച്ചതിന് ശേഷം ഞാനിങ്ങനെ പ്രതികരിക്കുന്ന ആളായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്നോട് അങ്ങനെ ഇത്തരത്തിലുള്ള അനുഭവമൊന്നും എനിക്കുണ്ടായിട്ടില്ല. എന്റെ മുറിയിലൊന്നും ആരും വന്ന് തട്ടിയിട്ടൊന്നുമില്ല. എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ മുറിയിലൊന്നും ആരും വന്ന് തട്ടിയിട്ടില്ല. എന്നോട് അവസരം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, ആ സംവിധായകന്റെ പേര് പറയാത്തതിനെ കുറിച്ച് പലരും, അദ്ദേഹം ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ടും എനിക്കതൊരു പരാതിയല്ല. അന്നേ ഞാൻ പ്രതികരിച്ചു. ഞാൻ അയാൾക്ക് കൊടുക്കേണ്ട കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് നിങ്ങൾ ചോദിച്ചതുകൊണ്ടാണ്. എനിക്കുണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് അന്നത്തെ പത്രത്തിലൊക്കെ പിന്നെ മാസികകളിലൊക്കെ എഴുതി വന്ന കാര്യമാണ്. ഞങ്ങൾ എപ്പോഴും ആവശ്യപ്പെടുന്നത് അങ്ങനെ വേണം, സ്ത്രീപക്ഷം നിൽക്കണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. പക്ഷെ ഇന്നലെ സ്ത്രീകളുടെ പ്രതിനിധിയായിട്ടിരുന്ന ആ കുട്ടിയുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്നത് വനിതകളെ പ്രതിനിധീകരിച്ച് വരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ വനിതകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് സംസാരിക്കുകയും സീരിയസ് ആയിട്ട് ഇടപെടുകയും ചെയ്യുന്ന, മുഖം നോക്കാതെ സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ ആ കമ്മിറ്റിയിൽ കൊണ്ടുവരണമെന്നാണ് നമ്മൾ എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇന്നലത്തെ ആ കുട്ടിയുടെ സംസാരം അവരുടെ അറിവില്ലായ്മ കൊണ്ടോ എന്തോ എനിക്കറിയില്ല, അവരാ സംസാരിച്ചത് തീരെ ശരിയായില്ല എന്നുള്ളതാണ്. പക്ഷെ ജഗദീഷ് ഏട്ടൻ സംസാരിച്ചത് വളരെ പോസിറ്റീവായിട്ട്, ഒത്തിരി സന്തോഷം തോന്നി. ജഗദീഷ് ഏട്ടൻ ഒരു അധ്യാപകനാണ്, അദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ട്. അപ്പോൾ ആ ഒരു പക്വതയും പിന്നെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ജഗദീഷ് ഏട്ടൻ എപ്പോഴും എല്ലാ കാര്യത്തിലും ജഗദീഷ് ഏട്ടൻ അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുക. എന്ത് കാര്യം എടുത്താലും ജഗദീഷ് ഏട്ടൻ അങ്ങനെ തന്നെയാണ് എന്റെ അനുഭവത്തിൽ. അപ്പോൾ ജഗദീഷ് ഏട്ടന്റെ ഒരു പ്രസ്താവന ഭയങ്കര സന്തോഷം തോന്നി. നേരെ വിപരീതമായിട്ടാണ് ജഗദീഷ് ഏട്ടൻ സംസാരിച്ചത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. എന്റെ റൂമിൽ ആരും തട്ടിയിട്ടല്ലല്ലോ ഞാനിപ്പോ വന്ന് സംസാരിക്കുന്നത്. ആദ്യം സംസാരിച്ചതും എന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് നേരിട്ട അനുഭവത്തെക്കുറിച്ച് ഒരു കമ്മീഷൻ തന്നെ, ഒരു കമ്മിറ്റി തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ കുറ്റകൃത്യം നടന്നിരിക്കുന്നു എന്ന് പിന്നെ ഒരു കമ്മിറ്റി തന്നെ പറഞ്ഞപ്പോ വലിയൊരു ജഡ്ജാണ് ഹേമ എന്ന് പറയുന്ന മാഡം. ആ മാഡവും ശാരദാ മാഡവും ഒക്കെ ഉൾപ്പെട്ട ഒരു കമ്മിറ്റിയിലാണ് ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വാക്കാണ് എനിക്ക് ഉൾക്കൊള്ളാനേ പറ്റാത്തത്. ആ കുട്ടി പറഞ്ഞത് അതെനിക്കറിയില്ല. അവര് ഓടിപ്പോകുമായിരുന്നായിരുന്നു. എനിക്കറിയില്ല അതിനെക്കുറിച്ച്, എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ വരാത്തതെന്ന് എനിക്കറിയില്ല. അവരോട് തന്നെ ചോദിക്കണം.